ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുന്നാഥ സന്നിധിയിലേക്ക് വന്ന് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്തും അല്ലാതെയുമൊക്കെയായി തെക്കേ ഗോപുരനട വഴി ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. തെക്കേ ഗോപുരനട അതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഈ പൂര ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. തെക്കേ ഗോപുരനടയിലാണ് ഇനി നടക്കാൻ പോകുന്ന കുടമാറ്റം എന്ന ഏറ്റവും വലിയ പൂരത്തിലെ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോകുന്ന തെക്കേ ഗോപുരനടയിലാണ്. പടിഞ്ഞാറേ നടയിലൂടെയാണ് ഒട്ടുമിക്ക ഘടകപൂരങ്ങളും വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പോവുക. തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ അവർ മേളം ചെറിയ തോതിൽ കുടമാറ്റമൊക്കെ നടത്തി തിരികെ പോവുകയും ചെയ്യും. എല്ലാ ഘടകപൂരങ്ങളുടെ കൂടെയും 5ഓ അതിലധികമോ ആനകൾ ഉണ്ടാകും. ചെമ്പട എന്ന മേളവും ഉണ്ടാകും. മേളം കുട്ടിയാണ് വരുന്നതും പോകുന്നതുമൊക്കെ. അങ്ങനെ ആ പൂരം അതിൻ്റെ എല്ലാ പൊലിമയോടും കൂടി ആഘോഷിച്ചും അതിൻ്റെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി പൂരപ്പറമ്പിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടേതും പാറമേക്കാവിൻ്റെതുമാണ്. ആദ്യം തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളുന്നത്. തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് അല്പസമയത്തിനകം തുടങ്ങും. അത് ബ്രഹ്മസ്വം മഠത്തിലെത്തിയാൽ പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന ആ പഞ്ചവാദ്യത്തിൻ്റെ നാദവിസ്മയത്തിലേക്ക് പോകും. ആ പഞ്ചവാദ്യത്തിന് ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 11 മണി കഴിഞ്ഞാൽ അവിടെ പഞ്ചവാദ്യം തുടങ്ങും. മഠത്തിൽ വരവ് പഞ്ചവാദ്യം എന്ന് പുകൾപെറ്റ ആ പഞ്ചവാദ്യത്തിന് വേണ്ടി അത് കേൾക്കുന്നതിനും അത് കാണുന്നതിനുമായി എല്ലാവരും ഇങ്ങനെ സാഗൂതം കാത്തിരിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് എപ്പോൾ തുടങ്ങും വിപിൻ? തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന വളരെ അരുമയായ എല്ലാവരുടെയും ഓമനയായ ആ ആനയുടെ പുറത്ത് എഴുന്നള്ളത്ത് തുടങ്ങാൻ പോവുകയാണ് തിരുവമ്പാടിയുടേത്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പുതുപ്പള്ളി സാധു, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, തിരുവമ്പാടി കണ്ണൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ചെർപ്പുളശ്ശേരി അയ്യപ്പൻ, പട്ടാമ്പി മണികണ്ഠൻ, മച്ചാട് ധർമ്മൻ, മച്ചാട് ഗോപാലൻ, അങ്ങനെ 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 ഇതാ പറയുന്ന കേരളത്തിൽ അറിയപ്പെട്ട എത്രയോ വലിയ ഗജരാജന്മാരുടെ കൂടെയുള്ള എഴുന്നള്ളത്തിന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് തിരുവമ്പാടിയിലെ വിശേഷങ്ങൾ? വിജയകുമാർ, തിരുവമ്പാടിയിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തി. ബ്രഹ്മസ്വം മഠത്തിലെ ഇറക്കി പൂജ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഭഗവതിയുടെ തിടമ്പ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അതിൽ ഒരു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവതിയുടെ തിടമ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് ഇവിടുത്തെ വേദവിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഭഗവതിയുടെ തിടമ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മഠത്തിൽ വരവ് തുടങ്ങുകയായി. അതിൻ്റെ ഒരു ആരംഭം എന്നോണമെന്നാണ് ഇപ്പോഴത്തെ ഈ പഞ്ചവാദ്യം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മഠത്തിൽ വരവിലിൻ്റെ ഒരു സമയമാണ് ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് എന്ന് തന്നെ പറയാം. ഇപ്പോൾ 10 വർഷമായി ഇതിൻ്റെ പ്രാമാണിത്വം വഹിക്കുന്ന കോങ്ങാട് മതിച്ചേട്ടൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ഒരു സന്തോഷത്തിലാണ് 10 വർഷമായിരിക്കുന്നു. എല്ലാം ഈശ്വരാഗ്രഹം ഭംഗിയായിട്ട് നടക്കുന്ന പ്രാർത്ഥന അതിനുള്ളത്. എല്ലാ വർഷവും അത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഓരോ വർഷവും അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവില്ലേ? അതെ. യെസ്, അദ്ദേഹം ഇതാ ഇപ്പോൾ കൊട്ടുന്നതിന് വേണ്ടി പഞ്ചവാദ്യത്തിൽ പ്രാമാണിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നീങ്ങുകയാണ്. ഇനിയിപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചായിരിക്കും, അതായത് ബ്രഹ്മസ്വം മഠത്തിൻ്റെ പുറത്ത് ആ ഭാഗത്ത് വെച്ചാണ് ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള മഠത്തിൽ വരവ് നടക്കുക. മദ്ദളം, തിമില, ഒപ്പം തന്നെ അതിലെ ഇലത്താളവും കൊമ്പും ഇടക്കയും ഒക്കെയായിട്ടുള്ള ഒരു മാന്ത്രികത അവിടെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. അതൊരു പതിഞ്ഞ കാലത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആസ്വാദകരെ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ അതിൻ്റെ കൊടുമുടിയുടെ അറ്റത്ത് വയ്ക്കുന്നത് എല്ലാ കൊല്ലവും നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. അതത്രത്തോളം ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ചയുമാണ്. ഒപ്പം തന്നെ അതൊരു കേൾവിയുമാണ്. ആ ഒരു സന്തോഷം അങ്ങനെ പോയി അത് നായ്ക്കനാലിലെത്തുന്നതോടുകൂടിയാണ് ആ പഞ്ചവാദ്യം പിന്നീട് അവസാനിക്കുന്നത്. ആ പഞ്ചവാദ്യം ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അത്രയും സമയം വായുവിൽ ഇങ്ങനെ ഓരോ വിരലുകളും അനങ്ങുന്നത് നമ്മൾക്കിങ്ങനെ കാണാം. അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും ആ ഒരു താളം പിടിക്കുന്ന ഒരു കാഴ്ച അത് വളരെ നയനമനോഹരമാണ്. ഒപ്പം തന്നെ അത് അറിഞ്ഞങ്ങനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെ എന്ന് വിജയകുമാർ നമുക്ക് തെല്ലും സംശയമില്ലാതെ പറയാം. അങ്ങനെ അത് നായ്ക്കനാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് അത് മേളമായി മാറുകയാണ്. അതുവരെയാണ് പഞ്ചവാദ്യം. അതിനുശേഷം മേളമായി മാറുകയും പിന്നീട് അത് ശ്രീമൂലസ്ഥാനത്തേക്ക് മേളമായി അങ്ങനെ എത്തുകയുമാണ്. അത് തെക്കോട്ടിറക്കത്തിൻ്റെ ഒരു തുടക്കം എന്നോണം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇപ്പോഴിതാ ഈ ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഭഗവതിയുടെ എഴുന്നള്ളത്തം അത് 15 ആനപ്പുറത്തായിരിക്കും. 15 വിപിൻ